എല്ലാവർക്കും ഗ്രോതറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിഫ്റ്റിയുടെ ഇൻഡിസസിനെ കുറിച്ചും അതുപോലെ തന്നെ അടുത്ത ഒരു ഷോർട്ട് ടൈമിലേക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്റ്റോക്കുകളെ കുറിച്ചുമാണ്. നിഫ്റ്റിയുടെ സെക്ടർ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൺസ്ട്രക്ഷൻ മീഡിയ ഒക്കെ നല്ല രീതിയിലാണ് അവസാനത്തെ ദിവസം പെർഫോം ചെയ്തിരിക്കുന്നത്. എനർജി, നിഫ്റ്റി, ഓയിൽ ആൻഡ് ഗ്യാസ് ഒക്കെ ഒരു നെഗറ്റീവിലാണ് ക്ലോസ് അയക്കുന്നത്. സോ അടുത്ത ദിവസങ്ങളിലും കൺസ്ട്രക്ഷൻ മീഡിയയിലൊക്കെ നല്ലൊരു അപ്പായിരിക്കാം പ്രതീക്ഷിക്കുന്നത്. സോ അതിലുള്ള സ്റ്റോക്കുകളൊക്കെ കൺസിഡർ ചെയ്യുന്നത് ഏറ്റവും നന്നായിരിക്കും. ഇനി നമുക്ക് നിഫ്റ്റിയും സ്മാൾ ക്യാപ്പും മിഡ് ക്യാപ്പൊക്കെ എങ്ങനെയാണ് ലാസ്റ്റ് ഡേ ക്ലോസ് ചെയ്തേക്കുന്നതെന്ന് നോക്കാം. നിഫ്റ്റിയുടെ ചാർട്ട് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓവറോൾ ഒരു ബുള്ളിഷ് തന്നെയാണ് നിഫ്റ്റി നിൽക്കുന്നത്. ഈ ഒരു വീക്കിൽ തന്നെ ഏകദേശം 25,500 എന്നുള്ള റേഞ്ച് ബ്രേക്കൗട്ട് ആകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ എൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് 25,000 തന്നെ ആയിരിക്കും. സോ അവസാനത്തെ ദിവസത്തെ ക്യാൻഡിൽ പരിശോധിക്കുകയാണെങ്കിൽ ഒരു റിവേഴ്സലായിരിക്കും ഉണ്ടാകാൻ ചാൻസ് ഉണ്ടാകുന്നത്. പക്ഷേ ഇങ്ങനെ റിവേഴ്സായിട്ടും വീണ്ടും ബുള്ളിഷ് തന്നെ ആയിരിക്കാം നിഫ്റ്റി പോകുന്നത്. 21 EMAയുടെയും 9 EMAയുടെയൊക്കെ മുകളിൽ തന്നെയാണ് പ്രൈസ് ക്ലോസ് ആയിട്ടുള്ളത്. സോ ഓവറോൾ ഒരു ബുള്ളിഷ് തന്നെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. സ്മാൾ ക്യാപ്പ് പരിശോധിക്കുകയാണെങ്കിൽ ഓവറോൾ ഒരു ബുള്ളിഷ് തന്നെയാണ്. കുറച്ച് നാളുകളായിട്ട് അവസാനത്തെ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ ഒരു കൺസൾട്ടേഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ ഒരു റേഞ്ചിൽ കൺസൾട്ടേഷൻ ഫ്രൈഡേ അത് ബ്രേക്കൗട്ട് ആയിട്ടുണ്ട്. ഒരു ഗ്യാപ്പ് ഓപ്പണിംഗ് തന്നെ ആയിരുന്നു അന്നുണ്ടായിരുന്നത്. ഒരു ഗ്യാപ്പ് ഇപ്പോഴും അവിടെ കിടക്കുന്ന കാരണം ഒരു റിവേഴ്സൽ ഫോം ആകാൻ ചാൻസ് ഉണ്ട്. സോ ഇവിടെ ഒരു റിവേഴ്സൽ വന്ന് ഒക്കെ ആയിരിക്കാം അപ്പ് പോകുന്നത്. 21 EMAയുടെയും 9 EMAയുടെയും മുകളിൽ തന്നെയാണ് ഇപ്പോഴും അവസാനം ക്ലോസ് ആയിട്ടുള്ളത്. സോ ഒരു ബുള്ളിഷ് തന്നെ ആയിരിക്കാം എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. മിഡ് ക്യാപ്പ് പരിശോധിക്കുകയാണെങ്കിൽ അതുപോലെ തന്നെയായിരുന്നു. ഇവിടെ ഒരു കൺസൾട്ടേഷൻ ആയിരുന്നു, അതും ബ്രേക്കൗട്ട് ആയിട്ടുണ്ട്. ഒരു റിവേഴ്സലിനും ചാൻസ് ഉണ്ട്. ഒരു റിവേഴ്സൽ ആയി ഒരു 61 റേഞ്ചിലേക്കൊക്കെ തന്നെ ഉടനെ പോകാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ സപ്പോർട്ട് വരുന്നതും ഒരു 61 റേഞ്ചിലേക്കൊക്കെ ഉടനെ പോകാൻ ചാൻസ് ഉണ്ട്. സപ്പോർട്ട് ഏകദേശം 57,000 57,800 ആ റേഞ്ചിലൊക്കെ ആയിരിക്കും ഒരു സപ്പോർട്ട് ഉണ്ടായിരിക്കുന്നത്. ഓവറോൾ ഒരു 9 EMAയ്ക്കും 21 EMAയ്ക്കൊക്കെ മുകളിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു ബുള്ളിഷ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അടുത്തൊരു ഷോർട്ട് ടൈമിലേക്ക് പരിഗണിക്കാവുന്ന കുറച്ച് സ്റ്റോക്കുകൾ നോക്കാം. ആദ്യത്തെ സ്റ്റോക്ക് PTC ഇന്ത്യ ലിമിറ്റഡാണ്. ഇതൊരു മിഡ് ക്യാപ്പ് കമ്പനിയാണ്. നമുക്കതിൻ്റെ ചാർട്ട് പരിശോധിക്കുകയാണെങ്കിൽ ഇതിലൊരു സിമെട്രിക്കൽ ട്രയാങ്കിൾ ഫോർമേഷൻ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അത് കൂടാതെ ഒരു ഹൊറിസോണ്ടൽ ഒരു ബ്രേക്കൗട്ട് കൂടി ഇത് തരുന്നുണ്ട്. ഈ ഒരു റേഞ്ചിൽ അവിടെയും കൂടെ ഒന്ന് ബ്രേക്കൗട്ട് ആകുന്നുണ്ട്. സോ ഇതൊരു ഷുവർ ബ്രേക്കൗട്ട് ആണെന്ന് ഉറപ്പിക്കാം. കാരണം ഇതിൻ്റെ വോളിയം കൂടി പരിശോധിക്കുകയാണെങ്കിൽ നോർമലായിട്ട് ആവറേജ് ചെയ്യുന്ന വോളിയത്തെക്കാട്ട് ഒരു മാസീവ് നല്ലൊരു വോളിയം തന്നെയാണ് ലാസ്റ്റ് ഫ്രൈഡേ ഉണ്ടായിട്ടുള്ളത്. സോ നമുക്ക് കറണ്ട് പ്രൈസിൽ തന്നെ എൻട്രി എടുക്കാം. ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് വരുന്നത് ഏകദേശം ഈ ഒരു റേഞ്ചിലായിരിക്കും. ഒരു 230 റേഞ്ചിലൊരു സ്റ്റോപ്പ് ലോസ് വെച്ച്, അല്ലെങ്കിൽ 230 225 ആ റേഞ്ചിലൊക്കെ ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചതിന് ശേഷം ഒരു 10% 20% അപ്പോഴൊക്കെ നമുക്കിതിൽ എക്സ്പെക്റ്റ് ചെയ്യാം. 270 വരെയൊക്കെ നമുക്ക് നോക്കാവുന്നതാണ്. സ്റ്റോക്കിൻ്റെ പേര് PTC ഇന്ത്യ ലിമിറ്റഡ്. അതുകൂടാതെ ഇതിനകത്ത് ഒരു റീടെസ്റ്റൊക്കെ വേണമെങ്കിൽ നമുക്ക് നടന്നിട്ടായിരിക്കാം ചിലപ്പോൾ ഒന്ന് കയറുന്നത്. ഈ ഒരു റേഞ്ചിലേക്കൊക്കെ വന്നതിന് ശേഷം ആയിരിക്കാം പോകുന്നത്. അങ്ങനെ ഈ സ്റ്റോക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റോക്ക് തന്നെയാണ്. അടുത്ത സ്റ്റോക്ക് അപ്ഡേറ്റ് സർവീസസ് ലിമിറ്റഡാണ്. ഇതൊരു സ്മാൾ ക്യാപ്പ് കമ്പനിയാണ്. ഇതിൻ്റെ ചാർട്ട് പരിശോധിക്കുകയാണെങ്കിൽ ഇത് ഒരു മൾട്ടിപ്പിൾ ടൈംസ് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. സോ ലാസ്റ്റ് ഫ്രൈഡേ ഇതത് ബ്രേക്ക് ആയിട്ടുണ്ട്. കറണ്ട് മാർക്കറ്റ് പ്രൈസ് 394 ആണ്. ഇതൊരു യു ഷേപ്പ്, ഒരു കർവ്ഡ് ഷേപ്പൊക്കെ ഒരു ഫോർമേഷൻ തന്നിട്ടുള്ളതാണ്. ഒരു കപ്പ് ആൻഡ് ഹാൻഡിൽ പോലെ ഒരു ഫോർമേഷൻ ഇവിടെ കിട്ടിയിട്ടുണ്ടെങ്കിലും അത് നന്നായിട്ടുള്ളൊരു ഫോർമേഷൻ അല്ല. എന്തായാലും ഒരു കർവ്ഡ് ഫോർമേഷൻ ഒരു 388 390 എന്നൊക്കെ പറയുന്നൊരു ലെവൽ ബ്രേക്ക് ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല വോളിയമൊക്കെ ഉണ്ട്. സോ ഇത് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണ്. ടാർഗറ്റ് ഒരു 430 ആ ലെവൽ വരെയൊക്കെ 470 വരെയൊക്കെ പോകാമെന്നുള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ്. സ്റ്റോപ്പ് ലോസ് നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ഒരു റേഞ്ചിൽ 375 370 വരെയൊക്കെ നോക്കാം.
ആ റേഞ്ചിലൊക്കെ ഉള്ളൊരു സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ബെറ്റർ ഇവിടെ വെക്കുന്നതായിരിക്കാം. ഒരു 365 റേഞ്ചിലൊക്കെ വെക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ നല്ലൊരു അപ്പ് പ്രതീക്ഷിക്കാം. അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് റെയിൻ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ആണ്. അതിൻ്റെ ചാർട്ട് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ ഒരു 175 ഒരു 180 ലെവൽ, ആ ഒരു ലെവൽ ഇപ്പം ബ്രേക്കൗട്ട് ആയിട്ടുണ്ട്. മൾട്ടിപ്പിൾ ടൈംസ് ആയിട്ട് ബ്രേക്കൗട്ട് ആകാൻ ശ്രമിക്കുന്ന ഒരു ലെവൽ കൂടിയാണത്. സോ അത് ബ്രേക്കൗട്ടാണ്, നല്ലൊരു വോളിയത്തിൽ തന്നെയാണ് അത് ബ്രേക്കൗട്ട് അയക്കുന്നത്. സോ കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ തന്നെ നമുക്ക് എൻട്രി എടുക്കാവുന്നതാണ്. ടാർഗറ്റ് എന്ന് പറയുന്നത് 213, 218 ആ റേഞ്ചിലേക്ക് ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് ഒരു എൻട്രി എടുക്കാം. പിന്നെ അത് കൂടാതെ ഇപ്പോൾ ഒരു റീടെസ്റ്റ് ഒക്കെ ഇതിൽ വേണമെങ്കിൽ നടക്കാവുന്നതാണ്. ഒരു റീടെസ്റ്റ് നടത്തി ഇങ്ങനെയൊക്കെ ആയിരിക്കും അത് പോകുന്നത്. സോ അതിൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഒരു 170 റേഞ്ചിലേക്ക് ഒരു സ്റ്റോപ്പ് ലോസ് വരാവുന്നതാണ്. അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് BLS സർവീസസ് ലിമിറ്റഡ് ആണ്. ഇതിൻ്റെ ചാർട്ട് പരിശോധിക്കുകയാണെങ്കിൽ ഇതൊരു ഡൗൺ ട്രെൻഡിലായിരുന്നു കുറച്ച് നാൾ. അതിനുശേഷം ഒരു ബ്രേക്കൗട്ട് തന്നിട്ടുണ്ട്, ഒരു ട്രെൻഡ് ബ്രേക്കൗട്ട് തന്നിട്ടുണ്ട്. സോ അതിനുശേഷം വീണ്ടും ഒരു കൺസൾട്ടേഷൻ തന്നെയായിരുന്നു. കുറച്ച് കൺസൾട്ടേഷൻ ചെയ്തതിന് ശേഷം വീണ്ടും ഇപ്പോൾ ഒരു ബ്രേക്കൗട്ട് ആണ് തന്നേക്കുന്നത് ഈ ഒരു റേഞ്ചിൽ. സോ ഒരു ബ്രേക്കൗട്ട് തന്ന് കുറച്ച് കൺസൾട്ടേഷൻ നടന്നു, അതിനുശേഷം വീണ്ടും ഒരു ബ്രേക്കൗട്ട് തന്നു. സോ ഷുവറായിട്ട് ഒരു അപ്പ് ട്രെൻഡിലേക്കായിരിക്കാം ഈ സ്റ്റോക്ക് കൂടുതലും പോകുന്നത്. ഒരു 290, 310 ഒക്കെ വെച്ചുകൊണ്ട് ടാർഗറ്റ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ തന്നെ വേണമെങ്കിൽ എൻട്രി എടുക്കാവുന്നതാണ്. സ്റ്റോപ്പ് ലോസ് വരുന്നതിൻ്റെ താഴെ ആയിരിക്കും. ഈ ഒരു ചെറിയ സപ്പോർട്ടിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് വെച്ച് ഒരു 220 റേഞ്ചിലൊക്കെ വേണമെങ്കിൽ 225 റേഞ്ചിലൊക്കെ വെച്ച് ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇതിനകത്ത് എൻട്രി എടുക്കാവുന്നതാണ്. അടുത്ത സ്റ്റോക്ക് ബോർഡർ കെമിക്കൽസ് ലിമിറ്റഡ് ആണ്. ഇതിൻ്റെ ചാർട്ട് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ നിൽക്കുന്നത് 86 റേഞ്ചിലാണ്. അതിൻ്റെ റെസിസ്റ്റൻസ് ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത്. റെസിസ്റ്റൻസ് ജസ്റ്റ് ഒന്ന് ബ്രേക്കൗട്ട് ആയിട്ടുണ്ട്. സോ എൻട്രി എടുക്കുന്നത് ഒരു 88 പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു എൻട്രിക്ക് നല്ല ചാൻസ് ഉള്ളൊരു സ്റ്റോക്ക് തന്നെയാണ്. അതിൻ്റെ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് ഏകദേശം ഈ ഒരു റേഞ്ചിലായിരിക്കും, ഒരു 80 താഴെയായിട്ടുള്ള റേഞ്ചിൽ സ്റ്റോപ്പ് ലോസ് കൺസിഡർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കിതൊരു എൻട്രി എടുക്കാവുന്നതാണ്. ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 100 റേഞ്ചിലായിരിക്കും ടാർഗറ്റ് വരുന്നത്. ഇവിടെ ഒരു ട്രെൻഡ് സപ്പോർട്ട് കൂടിയുണ്ട്. ഒരു സിമെട്രിക് ട്രയാങ്കിൾ ഫോർമേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു ഇങ്ങനെ ഒരു റെസിസ്റ്റൻസ് കൂടെ വരും. സോ ഇവിടെയൊക്കെ ആ ഒരു 88 റേഞ്ചിൽ 88 കഴിയുമ്പോഴാണ് എൻട്രി പോസിബിൾ ആയിട്ടുള്ളത്. ഇനി നമുക്ക് ബ്രേക്കൗട്ട് റേഞ്ചിൽ നിൽക്കുന്ന 2-3 സ്റ്റോക്കുകൾ നോക്കാം. ഒന്ന് JK ടയറാണ്. അതിൻ്റെ ഗ്രാഫ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ക്ലോസ് ആയിട്ടുള്ളൊരു 443 റേഞ്ചിലാണ്. അവിടെ തന്നെയാണ് ഒരു റെസിസ്റ്റൻസ് സോണും ഉള്ളത്. സോ ലാസ്റ്റ് ക്ലോസ് ചെയ്തപ്പോൾ ഒരു 3.35 മില്യൺ വോളിയം ഉണ്ടായിട്ടുണ്ട്. സോ നല്ല ക്യാൻഡിൽ ഫോർമേഷൻ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് അടുത്ത ദിവസങ്ങളിലും ഒരു നല്ല ക്യാൻഡിലുണ്ടായി ഒരു ബ്രേക്കൗട്ട് തന്നെയായിരിക്കും കൊടുക്കുന്നത്. സോ ആ സമയത്ത് നമുക്ക് ഇവിടെ ഒരു എൻട്രി ഒക്കെ എടുത്ത് ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് ഒക്കെ വെച്ച് നോക്കാവുന്നതാണ്. രണ്ടാമത്തതാണ് UFO. ഇത് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ട്രെൻഡ് റെസിസ്റ്റൻസ് ഉള്ളതാണ്. ഇങ്ങനെയും കൂടെ നോക്കാം. ഈ റേഞ്ച് കൂടെ എങ്ങനെ നോക്കിയാലും ഈ ഒരു റേഞ്ച് ക്രോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു അപ്പ് മൂവ്മെൻറ്റ് കിട്ടുന്നൊരു സ്റ്റോക്കാണ്. അടുത്ത സ്റ്റോക്ക് മോണ്ടെ കാർലോ ഫാഷൻസ് ആണ്. ഇതിൻ്റെ ലാസ്റ്റ് ക്ലോസ് ചെയ്തിരിക്കുന്ന പ്രൈസ് 811 ആണ്. അതിൻ്റെ ഒരു റെസിസ്റ്റൻസ് ലെവൽ 820 റേഞ്ചിലൊരു റെസിസ്റ്റൻസ് ലെവലുണ്ട്. ഇവിടെ ഒരു ട്രെൻഡ് സപ്പോർട്ടും കൂടെ ഒക്കെ കിട്ടുന്നുണ്ട് ഏകദേശം. വരും ദിവസങ്ങളിൽ ഒരു ബ്രേക്കൗട്ട് തരാൻ ചാൻസ് ഉണ്ട്. ലാസ്റ്റ് ക്ലോസ് ചെയ്തേക്കുന്ന ദിവസം തന്നെ നല്ലൊരു വോളിയം കൂടെ കിട്ടിയിട്ടുണ്ട്. സോ അടുത്ത ദിവസങ്ങളിലൊരു ബ്രേക്കൗട്ട് തന്ന് നമുക്കിവിടെ ഒരു എൻട്രിയൊക്കെ നോക്കാവുന്നതാണ്. ഇതൊക്കെയാണ് ഈ ആഴ്ച കൺസിഡർ ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കുകൾ. നിങ്ങളുടെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം എൻട്രികൾ എടുക്കുക. ഒരുപാട് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, ഒരുപാട് ന്യൂസുകളൊക്കെ മാർക്കറ്റിന് നന്നായി അഫക്റ്റ് ചെയ്യാറുണ്ട്. സോ അതൊക്കെ കണക്കിലെടുത്ത് വേണം എൻട്രി എടുക്കാൻ. ഇതുപോലുള്ള ബ്രേക്കൗട്ട് സ്റ്റോക്കുകൾ നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. അതുപോലെ തന്നെ ഗ്രോതറിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ബേസിസിലും ബ്രേക്കൗട്ട് സ്റ്റോക്കുകൾ ലഭിക്കുന്നതായിരിക്കും. സോ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. താങ്ക് യു ആൻഡ് ഹാപ്പി ഓണം.